ഫയർഫോക്സ് .gz ഫയലുകൾ ഉബുണ്ടുവിൽ ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാളേഷൻ ഫയൽ വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്ത് ഇഷ്ടമുള്ള പതിപ്പ് ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കേണ്ടതാണ്. എക്സ്ട്രാക്ട് ചെയ്ത് ഫയർഫോക്സ് എന്ന ഫോൾഡർ ഡെസ്ക്ടോപ്പിലേക്ക് കോപ്പി ചെയ്യാം. ഫയൽസ് ക്ലിക്ക് ചെയ്ത് ഒരു ഹിഡൻ ഫോൾഡർ നിർമ്മിക്കുക. മറഞ്ഞിരിക്കുന്ന ഫോൾഡറുകൾ കാണുവാനായി മെനുവിൽ നിന്നും ഷോ ഹിഡൻ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. ദൃശ്യമാകുന്ന 2 ഫോൾഡറുകളാണ് ഇൻസ്റ്റാളേഷനായി ഉപയോഗപ്പെടുത്തുന്നത്. ടെർമിനൽ ഓപ്പൺ ചെയ്ത് കമാൻഡുകൾ നൽകാം. നാം നിർമ്മിച്ച ഫോൾഡറിന്റെ ഡയറക്ടറി വിലാസം കോപ്പി ചെയ്ത് ടെർമിനലിൽ നൽകി എന്റർ അമർത്തുക. മെനുവിൽ നിന്നും ടെക്സ്റ്റ് എഡിറ്റർ ഓപ്പൺ ചെയ്ത് ദൃശ്യമാകുന്ന വരികൾ ടൈപ്പ് ചെയ്യാം. ആപ്ലിക്കേഷന് ഒരു പേര് നൽകാം. exe എന്ന ഭാഗത്ത് ഫയർഫോക്സ് ബ്രൗസറിന്റെ ഫോൾഡർ വിലാസം കോപ്പി ചെയ്ത് നൽകുക. വരിയുടെ അവസാനം ഫയർഫോക്സ് എന്ന് കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. ഐക്കൺ എന്ന ഭാഗത്ത് ഫയർഫോക്സ് ഐക്കൺ ഫോൾഡറിന്റെ വിലാസം കോപ്പി ചെയ്ത് നൽകുക. വരിയുടെ അവസാനം തിരഞ്ഞെടുക്കുന്ന ചിഹ്നത്തിന്റെ പേര് മറക്കാതെ കൂട്ടിച്ചേർക്കുക. ഡെസ്ക്ടോപ്പിലേക്ക് സേവ് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്ത് ലോഞ്ചിങ് അനുവദിക്കേണ്ടതാണ്. ടെർമിനൽ ഓപ്പൺ ചെയ്ത് ദൃശ്യമാകുന്ന കമാൻഡുകൾ നൽകുക. ലോക്കൽ എന്ന ഫോൾഡറിൽ നിന്നും ആപ്ലിക്കേഷൻസ് എന്ന ഭാഗത്തിന്റെ വിലാസം ടെർമിനലിൽ നൽകാം. ഇൻസ്റ്റാളേഷൻ പൂർത്തിയായിരിക്കുന്നു. മെനുവിൽ നിന്നും പുതിയ ഫയർഫോക്സ് കണ്ടെത്താം. ബ്രൗസർ ലളിതമായി അപ്ഡേറ്റ് ചെയ്യുവാനും സാധിക്കുന്നതാണ്. സമാന രീതിയിൽ ഒന്നിലധികം ഫയർഫോക്സ് പതിപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുവാനാകുന്നു. ഒരു പ്രശ്നമുണ്ട്. ആപ്ലിക്കേഷൻ റൺ ചെയ്യുമ്പോൾ ദൃശ്യമാകുന്ന ഐക്കൺ കൃത്യമല്ല. ഡെസ്ക്ടോപ്പ് ഫയലിൽ ചില മാറ്റങ്ങൾ വരുത്തി ഇവ പരിഹരിക്കാവുന്നതാണ്.
മൗസ് പോയിന്റർ ഐക്കണിന്റെ മുകളിലേക്ക് എത്തുമ്പോൾ ദൃശ്യമാകുന്ന പേര് കുറിച്ചു വയ്ക്കുക. ഒരു ടെക്സ്റ്റ് എഡിറ്ററിന്റെ സഹായത്തോടെ ഡെസ്ക്ടോപ്പ് ഫയൽ എഡിറ്റ് ചെയ്യാം. ഇവിടെ സ്റ്റാർട്ടപ്പ് WM ക്ലാസ് എന്ന വരിയിൽ മുൻപ് കണ്ട പേര് കൃത്യമായി ടൈപ്പ് ചെയ്ത് നൽകാം. സേവ് ചെയ്യുക. ഐക്കൺ പ്രശ്നം പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ഫയർഫോക്സ് ഇൻസ്റ്റാളേഷൻ മനോഹരവും പൂർണ്ണമായി പ്രവർത്തന സജ്ജവുമാണ്.